ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ വന്നത് തൊഴുത്ത് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ അത് ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടാണ്. അവിടെ വരുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ തൊഴുത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പാലൊക്കെ കറക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ക്ലീൻ ചെയ്യുക. അകിടിൽ വരെ വളമാണ്. അപ്പോൾ അത് കഴുകി നമുക്ക് ക്ലീൻ ചെയ്യണം ആദ്യം. അപ്പോൾ ഈ പശുക്കുട്ടിൻ്റെ അവിടെയും നന്നായിട്ട് ക്ലീൻ ചെയ്തോ. നമ്മുടെ പോത്തുക്കുട്ടന്മാർ എൻ്റെ നിഴലാണ് വേണ്ടത്. എന്താ കിടക്കും പാവങ്ങൾ നിലത്തായി, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ രാജാക്കന്മാരെ പോലെ കഴിഞ്ഞതായിരുന്നു. ഇവൻ കണ്ണും തുറന്ന് കണ്ണും വെച്ച് നോക്കുന്നുണ്ട്. ഗുണ്ടൻ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഇവൻ അയവർത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. എന്താ നമ്മുടെ പശു തൊഴുത്ത്, പോത്ത് നിന്ന തൊഴുത്താണ്. ഇപ്പോൾ പശു തൊഴുത്തായി. നമ്മുടെ പശുക്കൾക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം എപ്പോഴും കറക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ പെനോയിലില്ലേ, പെനോയിൽ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കൊതുക് ഈച്ചയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞോ വേണ്ട, ഞങ്ങളുടെ അകട് നല്ലോണം കഴുകിയിട്ട് നമ്മൾ കരയാൻ തുടങ്ങി. മിക്കൂസ് ഉറങ്ങുകയാണ്. മിക്കൂസ് എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാത്രങ്ങൾക്ക് വെള്ളമുണ്ട് കേട്ടോ. വെള്ളത്തിൽ അങ്ങനെ വൈക്കൂലാണ്. ഇത് ഒഴിച്ച് കളയുന്നുണ്ട്. ക്ലീനിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ നിൽക്കുന്നവിടെ കണ്ടപ്പോൾ ഒക്കെ വൃത്തിയായില്ലേ. അവൾ വൈക്കോല് നിന്നത്. ഈ കുട്ടിക്ക് ഇത് 2 മാസമായ പ്രായം തോന്നിക്കേണ്ടി വന്നു. ഇത് 2.5-3 മാസമായിട്ടുള്ള പശുക്കുട്ടി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ പശുവിനെ വാങ്ങിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. കാരണം നമ്മൾ ആദ്യം കൊണ്ടുവന്ന പശു 9 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടീനെ കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് പറഞ്ഞാൽ പാല് കൊടുക്കണം, അതുപോലെ തന്നെ നമ്മൾ ശരിക്കും കുട്ടികളെ നോക്കണ പോലെ അവരെ നോക്കണം കേട്ടോ. അപ്പോൾ 1 മാസമോ 2 മാസമോ പ്രായമായിട്ടുള്ള പശുക്കുട്ടി മതി എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് പ്രായമായാലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകിടൊക്കെ നല്ലോണം കഴുകിയിട്ട് പാലിറക്കാം. പാലിറക്കുന്ന വീഡിയോ വെറുതെ എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ പാലിറക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി രാവിലെ 5:30, ഇന്ന് ഇത്തിരി ലേറ്റായിട്ട് 5:30 കഴിഞ്ഞു എണീക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ 5:30 കറക്റ്റ് എണീക്കും കേട്ടോ. 5:40 ആയി, കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതാ നമ്മുടെ പരിപാടികൾ ഏകദേശം തുടങ്ങാറായിട്ട്. പാല് കറന്ന് കഴിഞ്ഞാൽ ഒരു 6:30 നമ്മൾ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്യും കേട്ടോ. അവിടെയൊക്കെ നേരത്തെ സൊസൈറ്റി തുറക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു മങ്ങൽ വരുന്നുണ്ട്. ഇനി അകിട് കഴിയട്ടെ, നമുക്ക് അകിട് കഴുകി കൊടുക്കാം. അങ്ങനെ നമ്മളിത് ആ പാലൊക്കെ കറന്ന് കഴിഞ്ഞ് അപ്പോഴേക്കും സമയം ഒരു 6:30 ആയിട്ടാണ്. നമ്മൾ പാല് കറന്ന് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ ആയിട്ടാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇതാ നമ്മൾ സൊസൈറ്റിയിലെത്തി പാലൊക്കെ ഒഴിച്ച് ഇതാ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അത്ര ഫാക്റ്റ് ഉണ്ട്, അത്ര അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ നോക്കല് ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ പോത്തിന് അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. സൊസൈറ്റി പോയി പാലൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇവിടെ മെയ്യുന്നുണ്ട്. അതാ ഒരുത്തൻ മെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.